നമസ്കാരം. സാമുദായിക സൗഹാർദ്ദമുള്ള കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്താനും തെറ്റിദ്ധാരണയുണ്ടാക്കാനും ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഒരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാർ പ്രണയം നടിച്ചുകൊണ്ട് മതം മാറ്റി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും കൊണ്ടുപോയി അവരെ വിൽപ്പന ചരക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള സ്റ്റോറി തെറ്റിദ്ധാരണ പരത്തുന്നത്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിൽ മതവിദ്വേഷമുണ്ടാക്കാനാണ് ഇക്കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഇന്ത്യൻ സ്റ്റോറി അതെന്താണെന്ന് ഈ വീഡിയോ പരിശോധിക്കുകയാണ്. തീർച്ചയായും കാണണം, ഷെയർ ചെയ്യണം, പ്രതികരിക്കണം. ആയിരത്തി 1999 ജനുവരി മാസം 21-നും 22-നും ഇടയിലുള്ള പാതിരാത്രി സമയം. ആ കറുത്ത രാത്രിയിലാണ് ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിൽ വ്യാപൃതനായി തൻ്റെ ജീവിതം മാറ്റിവെച്ച ഗ്രഹാം സ്റ്റാർട്ട് സ്റ്റെയിൻസ് എന്ന 58-കാരനെയും അദ്ദേഹത്തിൻ്റെ മക്കളായ കേവലം 10 വയസ്സ് മാത്രമുള്ള ഫിലിപ്പിനെയും 6 വയസ്സ് മാത്രമുള്ള ഇമോത്തിയെയും ബജ്രംഗ് ദൾ പ്രവർത്തകനും പശുക്കടത്ത് തടയുന്നതിന് ആയുധമെടുത്ത് പോരാട്ടം നടത്തിയിരുന്ന വ്യക്തിയുമായിരുന്ന ധാരാസിംഗിൻ്റെ നേതൃത്വത്തിൽ ഒറീസയിലെ മനോഹർപൂർ ബാരിപ്പാട മേഖലയിലെ കാട്ടിനുള്ളിൽ വെച്ച് തീയിട്ട് ജീവനോടെ ചുട്ടുകൊന്നത്. രാജ്യത്തിൻ്റെ മുഖത്തേറ്റ കറുത്ത പാടെന്നാണ് അന്നത്തെ പ്രസിഡന്റ് KR നാരായണൻ അതേക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ആ ശപിക്കപ്പെട്ട ദിനത്തിൽ ഗ്രഹാം സ്റ്റെയിൻസിനെ അനുഗമിക്കാതിരുന്ന ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഇപ്പോഴും ഒഡീഷയിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്തുണ്ട്. അവശേഷിച്ച ഏക മകൾ ഓസ്ട്രേലിയയിൽ ഡോക്ടറാണ്. ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും താമസിച്ചിരുന്ന വാഹനത്തിൽ തീ ആളിപ്പടർന്നപ്പോഴാണ് കുടുംബം ഞെട്ടിയുണർന്ന് വിവരമറിഞ്ഞത്. അവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും നീണ്ട ലാത്തിവടി ഉപയോഗിച്ച് ധാരാളം കൂട്ടുകാരും ചേർന്ന് അവരെ വാഹനത്തിനടിയിലേക്ക് തന്നെ തള്ളി വീഴ്ത്തി. 3 പേരും കത്തിച്ചാവുന്നത് വരെ അവർ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒറീസക്ക് വേറെയുമുണ്ട് ഇരുണ്ട കഥകൾ പറയാൻ. 2007-ലും 2008-ലുമായി കാണ്ടമാൽ ജില്ലയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങളിൽ 100ഓളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും 6000 വീടുകളും 300 ചർച്ചുകളും തകർക്കപ്പെടുകയും 60,000-ഓളം ആളുകൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിലെ ക്രിസ്ത്യൻ ചർച്ചിൽ 2020 ഒക്ടോബർ മാസം 3-ന് രാവിലെ 9:30-ന് 12ഓളം വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കെത്തിയതാണ്. 230-നും 300-നും ഇടയ്ക്കുള്ള സംഘപരിവാർ അക്രമികൾ പള്ളിക്ക് നേരെ ആക്രമണം നടത്തുകയും ഒരുപറ്റം ആളുകൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സാധന ലാൻസിൻ്റെ മൂത്ത മകൾ 30 വയസ്സുകാരിയായ ഇവ ലാൻസിനെ പിടിച്ചുവെച്ച് മാനഭംഗപ്പെടുത്തി. എല്ലാവരുടെയും ഫോണുകളടക്കം മോഷ്ടിച്ചു കൊണ്ടുപോവുകയും പള്ളിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇവ ലാൻസിൻ്റെ മൊഴിപ്രകാരം അവർ 4 തവണ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അക്രമ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല. എന്നാൽ അക്രമത്തിന് ശേഷം പോലീസ് പ്രധാനമായും കേസെടുത്തത് ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയാണ്. സമൂഹത്തിൽ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കിയതിന് IPC 153 പ്രകാരവും ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് 120B പ്രകാരവും 395 പ്രകാരവും നിരപരാധികളായ സാധന ലാൻസിൻ്റെ കുടുംബത്തിനെതിരെ ഉത്തരാഖണ്ഡ് പോലീസ് കേസെടുത്തു. 2021 ഒക്ടോബർ മാസം 12 ഉത്തർപ്രദേശിലെ മാവുവിലെ ഉൻസുലൈൻ ഫ്രാൻസിസ്കൻ ചർച്ചിലെ 2 കന്യാസ്ത്രീകളെ ആക്രമിച്ച ദിവസമാണിത്. മിർപൂർ കത്തോലിക്ക മിഷനിലെ സ്കൂൾ പ്രിൻസിപ്പലായ സിസ്റ്റർ ഗ്രേസി മൊണ്ടേറോ, കൂട്ടുകാരിയായ സിസ്റ്റർ റോഷ്നി മിഞ്ച്, അവരുടെ ഡ്രൈവർ എന്നിവരെ ഒരുപറ്റം സംഘപരിവാർ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. സിസ്റ്റർ മിഞ്ചിൻ്റെ പിതാവ് റാഞ്ചിയിൽ അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലിടുന്നത് കാരണം അവരെ യാത്രയാക്കാനായിരുന്നു മറ്റുള്ളവർ ബസ് സ്റ്റാൻഡിൽ എത്തിയത്. ജനക്കൂട്ടം മൂവരെയും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയായിരുന്നു. സിസ്റ്റർമാർക്കെതിരെ മറ്റ് പ്രകോപനമൊന്നും ഉണ്ടായിരുന്നില്ല, അവരുടെ വേഷമല്ലാതെ. പോലീസുകാർ നിരപരാധികളായ കന്യാസ്ത്രീകളെയും ഡ്രൈവറെയും 6 മണിവരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെച്ചു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജനക്കൂട്ടം ഡ്രൈവറെ ക്രൂരമായി ആക്രമിച്ചു. 3/1/2021 ഷാജഹാൻപൂർ, ഉത്തർപ്രദേശ്. 25ഓളം വരുന്ന ക്രിസ്തുമത വിശ്വാസികളെ വഴിയിൽ വെച്ച് ഒരു സംഘം ആളുകൾ വളഞ്ഞു പിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും പലരുടെയും കൈകൾ ഒടിക്കുകയും ചെയ്തു.
സ്ഥലത്തെത്തിയ പോലീസ് പാസ്റ്റർമാർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അക്രമികൾ സ്വതന്ത്രരായി പുറത്തുപോയി. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം 2014 കേവലം 147 മാത്രമായിരുന്നെങ്കിൽ അത് 2015 177, 2016 208, 2017 240, 2018 292, 2018 292, 2019 328, 2020 279, 2021 505, 2022 599, 2023 അത് 687 ഉയർന്നു. അതായത് ഒരു ദിവസം ശരാശരി 2 ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു. 2023 നടന്ന 687 ആക്രമണങ്ങളിൽ 531 അക്രമങ്ങളും അരങ്ങേറിയിരിക്കുന്നത് 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഇതിൽ 287 അക്രമങ്ങളും ഉത്തർപ്രദേശിൽ മാത്രമാണ്. 2022 ഛത്തീസ്ഗഡിൽ നടന്ന ആദിവാസി ക്രിസ്ത്യാനികൾക്കെതിരായ കലാപത്തിൽ 1000 ആദിവാസി ക്രിസ്ത്യാനികളാണ് വീടുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും എന്നേക്കുമായി പുറന്തള്ളപ്പെട്ടത്. 2023 മണിപ്പൂർ കലാപത്തിൽ 175 ആദിവാസി ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടത്. 1000 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 254 ചർച്ചുകൾ കത്തിക്കപ്പെട്ടു. പലതും കൊള്ളയടിക്കപ്പെട്ടു. സ്ത്രീകൾ പട്ടാപ്പകൽ അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുകയും ലോകത്ത് ഒരിടത്തും കേൾക്കാത്ത രൂപത്തിൽ അപമാനിക്കപ്പെടുകയും ചെയ്തു. 2002 ഫെബ്രുവരി 28 ഗുജറാത്തിലെ വർഗീയ കലാപത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട ബിൽക്കിസ് ബാനുവും കുടുംബവും മാർച്ച് 3 അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കുടുംബാംഗങ്ങളിൽ 14 പേർ അതിമൃഗീയമായി കൊല്ലപ്പെടുകയും ചെയ്തു. പലരെയും ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു. 5 മാസം ഗർഭിണിയായ ബിൽക്കിസ് ബാനു അതിഭീകരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. മാർച്ച് 5 7 കുടുംബാംഗങ്ങളുടെ മൃതശരീരം സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെടുത്തു. അപ്പോഴും 9ഓളം കുടുംബാംഗങ്ങളുടെ മൃതശരീരത്തെക്കുറിച്ച് പോലും ഒരു വിവരവും ഇല്ലായിരുന്നു. ഗോധ്ര റിലീഫ് ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട ബിൽക്കിസ് ബാനു 12 പ്രതികളെ തിരിച്ചറിഞ്ഞ് മൊഴി നൽകി. 2008 ജനുവരി 21 പ്രത്യേക കോടതി 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചു. 2022 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷത്തിൻ്റെ ആനുകൂല്യം നൽകി 11 പ്രതികളെയും ഗോധ്ര ജയിലിൽ നിന്ന് നിരുപാധികം വിട്ടയച്ചു. ഗുജറാത്തിലെ ഇഹ്സാൻ ജിഫ്രി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. മികച്ച സാഹിത്യകാരനും കേവലം 6 വയസ്സുള്ളപ്പോൾ അഹമ്മദാബാദിലേക്ക് 1935 കുടിയേറിയതാണ് ഇഹ്സാൻ ജിഫ്രിയുടെ കുടുംബം. RC ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇഹ്സാൻ ജിഫ്രി ഉറുദു മാഗസിനിൽ ലേഖനങ്ങൾ എഴുതുമായിരുന്നു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെക്കുറിച്ച്. 1940 അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ സജീവമായി. ഒരു തൊഴിലാളി നേതാവ് കൂടിയായി അദ്ദേഹം മാറി. 1969 അഹമ്മദാബാദിൽ നടന്ന വർഗീയ കലാപത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് കത്തിക്കപ്പെടുകയും അദ്ദേഹം അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടുകയും ചെയ്തു. പിന്നീട് കലാപത്തിന് ശേഷം വീട് ഗുൽബർഗ സൊസൈറ്റിയിൽ പുതുക്കി പണിതതായിരുന്നു. കലാപത്തിന് ശേഷം അദ്ദേഹം ഇന്ദിരാഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും 1972 അഹമ്മദാബാദ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മാറുകയും ചെയ്തു. 1977 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അഹമ്മദാബാദിൽ നിന്ന് ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചതുമില്ല. എന്നാൽ 2002 നരേന്ദ്രമോദി രാജ്കോട്ടിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രചരണ രംഗത്ത് ഇഹ്സാൻ ജിഫ്രിയും ഉണ്ടായിരുന്നു. ഇഹ്സാൻ ജിഫ്രിയുടെ ജീവൻ ഭീഷണിയിലാവാൻ അതുതന്നെ ധാരാളമായിരുന്നു. 1985 ഗുജറാത്ത് കലാപത്തിലും ഗുൽബർഗ സൊസൈറ്റിയും ഇഹ്സാൻ ജിഫ്രിയും ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലായിരുന്നു. പക്ഷേ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ 2002 കലാപത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. രാവിലെ 7:30 200ഓളം ആളുകൾ വീടിന് മുമ്പിൽ തടിച്ചുകൂടി. 10:30 അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ PC പാണ്ഡെ ഇഹ്സാൻ ജിഫ്രിയുടെ ഗുൽബർഗ് സൊസൈറ്റിയിലെ വീട്ടിലെത്തുകയും സുരക്ഷ ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി 5 മിനിറ്റിനുള്ളിൽ, അതായത് 10:35 സാഹിർ ബേക്കറിയും സമീപത്തുള്ള ഓട്ടോറിക്ഷയും ആക്രമിക്കപ്പെട്ടു, തീയിട്ട് കത്തിക്കപ്പെട്ടു.
തുടർന്ന് ജനക്കൂട്ടം വീടിന് നേരെ അക്രമം ആരംഭിച്ചു. തൻ്റെ വീട്ടിൽ അഭയം തേടിയവരെ സംരക്ഷിക്കുകയാണെങ്കിൽ താൻ പുറത്തു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്സാൻ ജിഫ്രി പുറത്തേക്കിറങ്ങി. അവിടെ കൂടിയ ആളുകളോട് തൻ്റെ വീട്ടിൽ അഭയം തേടിയവരുടെ ജീവന് വേണ്ടി കേണപേക്ഷിച്ചു. പക്ഷേ അവിടെ കൂടിയ ജനക്കൂട്ടത്തിന് അതൊന്നും കേൾക്കാനുള്ള ചെവിയില്ലായിരുന്നു. ഇഹ്സാൻ ജിഫ്രിയും അഭയം തേടിയ 69 സാധാരണക്കാരും ഇഹ്സാൻ ജിഫ്രിയുടെ 2 സഹോദരന്മാരടക്കം അതിമൃഗീയമായി ചുട്ടുകൊല്ലപ്പെട്ടു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സർദാർ വല്ലഭായ് പട്ടേലിനും KM മുൻഷിക്കും മൊറാർജി ദേശായിക്കും ഗുൽസാരിലാൽ നന്ദക്കും ജന്മം നൽകിയ ഗുജറാത്ത് കറുത്ത ഏടുകളിലേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കുകയായിരുന്നു. ഇനി ദളിതർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. 2020 സെപ്റ്റംബർ മാസം 14 ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിലെ 19 വയസ്സ് മാത്രം പ്രായമായ ദളിത് യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും പിന്നീട് കൊല്ലുകയും ചെയ്തു. ആദ്യത്തെ 10 ദിവസം പോലീസ് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല. മൃതശരീരം പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ വളരെ വേഗം സംസ്കരിച്ചു. എല്ലാ തെളിവുകളും നശിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഒരു ദളിതനാണെങ്കിലും ദളിതർക്ക് സംരക്ഷണം കൊടുക്കാൻ ആ ഭരണഘടനയ്ക്ക് സാധിക്കാതെ പോയത് നമുക്ക് വിലപിക്കാം. ഗുജറാത്തിൽ കച്ചവടക്കാരിയായ യുവതി ദളിതനായ ജീവനക്കാരെ കൊണ്ട് തൻ്റെ ചെരുപ്പ് നക്കിച്ചു എന്നത് മറ്റൊരു വാർത്ത. ഗുജറാത്തിൽ ഭക്ഷണ വിതരണത്തിൻ്റെ ക്രമത്തെ ചോദ്യം ചെയ്തതിന് ദളിത് വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന വാർത്തയും ഇന്ത്യൻ സ്റ്റോറിയുടെ ഭാഗമാണ്. ഗുജറാത്തിലെ ദളിത് വിദ്യാർത്ഥിയുടെ വിരൽ ഛേദിച്ച് കളഞ്ഞത് അവൻ്റെ അർദ്ധ സഹോദരൻ ക്രിക്കറ്റ് പന്ത് തൊട്ടതിനാണ്. 2018-നും 2021-നും ഇടയ്ക്ക് 1,80,000 പീഡന കേസുകളാണ് ദളിതർക്കെതിരെ രാജ്യത്ത് നടന്നത്. ഉത്തർപ്രദേശിലെ ദളിത് വിദ്യാർത്ഥിയെ തല്ലിക്കൊന്ന അധ്യാപകനെക്കുറിച്ചുള്ള വാർത്ത നാം വായിച്ചതാണ്. ദളിത് ദമ്പതികൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന വാർത്ത രാജസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നു. കാൺപൂരിൽ ദളിത് യുവാവിനെ ആൾക്കൂട്ടം ആക്രമിച്ചത് മറ്റൊരു വാർത്ത. മധ്യപ്രദേശിൽ ഭക്ഷണം തൊട്ടതിന് ദളിതനെ തല്ലിക്കൊന്നു. 2020 ഡിസംബർ മാസം 8-ാം തീയതി. സ്വാതന്ത്ര്യം നേടി 77 വർഷം കഴിയുമ്പോഴും രാജ്യത്ത് ന്യൂനപക്ഷങ്ങളും ദളിതരും വേട്ടയാടപ്പെടുകയാണ്. ഒരു പാവപ്പെട്ട 5 മാസം ഗർഭിണിയായ സ്ത്രീ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിലെ പ്രതികളെപ്പോലും സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷത്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കപ്പെടുന്നു. വന്ധ്യവയോധികനായ ഒരു മുൻ പാർലമെൻറ്റ് അംഗം പോലും ഈ രാജ്യത്ത് ചുട്ടുകൊല്ലപ്പെടുന്നു. മണിപ്പൂരിൽ സ്ത്രീകളെ പരസ്യമായി നഗ്നരാക്കി അവഹേളിക്കപ്പെടുന്നു. 100 കണക്കിന് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആദിവാസി ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലപ്പെടുന്നു. രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദളിതർ ഭക്ഷണം തൊട്ടതിന്, ക്രിക്കറ്റ് പന്ത് തൊട്ടതിന്, ഒരു ബന്ധു ക്രിക്കറ്റ് പന്ത് തൊട്ടതിന് മാത്രം ഒരു യുവാവിനെ തല്ലിക്കൊല്ലുകയാണ്. ഭക്ഷണം ആദ്യം കഴിച്ചതിന് തല്ലിക്കൊല്ലുന്നു. രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് ഏതാണ്ട് 1 നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ സമൂഹം ഒന്നടങ്കം നുള്ളിയെറിഞ്ഞ ജാതീയതയും വർഗീയതയും അത് കേരളത്തിലുണ്ടെന്ന് സ്ഥാപിക്കാൻ കേരള സ്റ്റോറിയുമായി സംഘപരിവാർ മുന്നോട്ട് വരുന്നത്. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയാൻ യഥാർത്ഥ മലയാളികൾ തയ്യാറാവുമെന്ന് ഉറപ്പാണ്. ഇത്തരം കള്ളക്കഥകൾ ആരൊക്കെ എവിടെയൊക്കെ പ്രദർശിപ്പിച്ചാലും അവജ്ഞയോടെ തള്ളിക്കളയാൻ മലയാളി സമൂഹം തയ്യാറാണ്. നന്ദി, നമസ്കാരം.